ഒരു ഇന്ത്യൻ ദേശീയ പത്രത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂരിനിടെ കറാച്ചിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ച നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉറപ്പ് നൽകി. ഞാൻ നിങ്ങൾക്ക് വീണ്ടും അവസരം തരുന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിൽ കരസേനയും വ്യോമസേനയും പാകിസ്ഥാനിലുള്ള ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തെങ്കിലും കറാച്ചി തുറമുഖം തകർക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി ഗവൺമെന്റ് റദ്ദാക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് മോദിയുടെ ഈ വാഗ്ദാനം. പാകിസ്ഥാനി ആർമി ചീഫ് അസീം മുനീർ ആണവ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാനിൽ മിസൈൽ വർഷം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിനെ അന്വേഷിച്ചു ചെന്ന കീഴ് ഉദ്യോഗസ്ഥർക്ക് അയാളെ 4 മണിക്കൂറോളം കണ്ടെത്താനായില്ല. കാരണം ഇയാൾ പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പാകിസ്ഥാനി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ ഓപ്പ് സിന്ദൂർ നടന്ന് 3 ദിവസം ഇയാൾ വെളിയിൽ ഇറങ്ങിയിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് ചോദിച്ച പത്രക്കാരോട് അയാൾ പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം കൊടുത്തത്. പക്ഷേ നമ്മൾ ആരും തന്നെ 3 ദിവസം നീളുന്ന അക്കാഡമി പരേഡിനെ പറ്റി കേട്ടിട്ടേയില്ല. ഇതുകൂടാതെ മുനീർ യുദ്ധം തോറ്റതിനു ശേഷം സ്വയം ഫീൽഡ് മാർഷലായി പ്രഖ്യാപിച്ച് സ്ഥാനക്കയറ്റം സ്വയം നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇതേ മുനീർ അമേരിക്കയിൽ ചെന്ന് ഇന്ത്യക്കും അതുപോലെ ലോകത്തിനുമെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മുങ്ങിയാൽ അത് ലോകത്തിന്റെ പകുതിയെയും തന്നോടൊപ്പം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ലെന്ന് മുനീർ മുന്നറിയിപ്പ് നൽകി. ഇത് ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് 10 മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്നും പറഞ്ഞു. തന്റെ രാജ്യത്തിന് മിസൈലുകൾ കുറവില്ലെന്നും അയാൾ കൂട്ടിച്ചേർത്തു.